ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ മെഡിക്കൽ റിപ്പോർട്ട് ഇന്നലെ അർദ്ധരാത്രിയാണ് CBF പ്രസിദ്ധീകരിച്ചത്. അത് നമ്മൾ അപ്പോൾ തന്നെ വീഡിയോ ചെയ്തിരുന്നു. കാര്യമായ പുരോഗതി ഉണ്ട് എന്നാണ് CBF പറഞ്ഞിട്ടുള്ളത്. നെയ്മർ റിക്കവറി പ്രോസസ്സ് തുടരുമെന്നും അവർ പറഞ്ഞു. പക്ഷേ പരിക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അവർ നൽകിയിട്ടില്ല. നെയ്മർ ജൂനിയർ എന്നാണ് ബോൾ കൊണ്ടുള്ള ട്രെയിനിങ്, അതോടൊപ്പം തന്നെ ഗ്രൂപ്പിനോടൊപ്പമുള്ള ട്രെയിനിങ് എന്നാണ് ആരംഭിക്കുക എന്നുള്ളതിലുള്ള ഒരു വിവരങ്ങളൊന്നും അവർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെയ്മറുടെ കാര്യത്തിൽ പുരോഗതി ഉണ്ടെങ്കിലും നെയ്മർ ഉടൻ തന്നെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയില്ല എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. TNT സ്പോർട്സ്, എസ്റ്റഡാവോ, ഓ ഗ്ലോബോ എസ്പോർട്ടസ് തുടങ്ങിയ മാധ്യമങ്ങൾ എല്ലാവരും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മൊറോക്കോക്കെതിരെയുള്ള ആദ്യ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോഴേക്കും അദ്ദേഹം റെഡിയാവില്ല എന്നാണ് ബ്രസീൽ വിശ്വസിക്കുന്നത് എന്നാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നെയ്മർ ഇനിയും ഫിസിയോതെറാപ്പി തന്നെയാണ് തുടരുക, ജിമ്മിനകത്ത് ആക്ടിവിറ്റികൾ തുടരും എന്നുള്ളതാണ്. പക്ഷെ അധികം വൈകാതെ തന്നെ ബോൾ കൊണ്ടുള്ള വ്യക്തിഗത പരിശീലനം അദ്ദേഹം തുടരും. അതിനുശേഷം മാത്രമായിരിക്കും ഗ്രൂപ്പിനോടൊപ്പം അദ്ദേഹം ട്രെയിനിങ് നടത്തുക. അതുകൊണ്ട് തന്നെ മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ജൂനിയർ ലഭ്യമാവില്ല എന്നാണ് ഇപ്പോൾ പൊതുവിൽ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ജൂൺ 20 ഹൈത്തിക്കെതിരെ ബ്രസീൽ ഒരു മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ബ്രസീൽ ടീം ഉള്ളത്. ജൂൺ 25 പിന്നീട് സ്കോട്ട്ലാൻഡിനെ ബ്രസീൽ നേരിടുന്നു. ആ മത്സരത്തിലും നെയ്മർക്ക് കളിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ഉണ്ടാവില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.